just rub it a bit as it is drying to remove it. So when it comes off and it is dry in flakes. I love being a demo model. So this process takes this little fine hair പ്രിയങ്ക off. ചോപ്രയുടെ ഈ ഒരു പാക്ക് ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആട്ടപ്പൊടി, നമ്മുടെ വീറ്റ് ഫ്ലോർ, മഞ്ഞപ്പൊടി, നാരങ്ങ നീര്, പാല്, പിന്നെന്താ പറയുന്നത്, റോസ് വാട്ടർ. അപ്പം പാലില്ലാത്ത ഓപ്ഷണൽ ആട്ടോ, കാരണം എല്ലാവർക്കും പാല് സൂട്ട് ആകണമെന്നില്ല. അപ്പം പാല് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കണ്ട. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നല്ലപോലെ തന്നെ ഇത് ഡ്രൈ ആകണം, എന്നാലേ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഒക്കെ റിമൂവ് ആകാൻ ഹെൽപ്പ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. ഞാൻ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴും ഇത് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിരിക്കുക, വാ അടച്ചിരിക്കുക. കാരണം നമ്മൾ വാ അനക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്കിന്നൊക്കെ ഭയങ്കര വലിയും, നമ്മൾ പാക്ക് വരട്ടുന്നതൊക്കെ അങ്ങ് വലിയാൻ തുടങ്ങും. അപ്പം നമ്മൾ അതുകൊണ്ട് വാ അനക്കല്ലേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോർഹെഡ് ഏരിയ ഒക്കെ എളുപ്പം ഡ്രൈ ആകും, ബട്ട് ചീക്സിൻ്റെ അവിടെ ഏരിയ ഒക്കെ ഒന്ന് ഡ്രൈ ആകാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്തപ്പോൾ എനിക്ക് സീരിയസ്ലി എൻ്റെ ഇങ്ങനെ എന്താ പറയുക, അഴുക്കെല്ലാം പോയി ഒരു ക്ലിയർ സ്കിൻ പോലെ എനിക്ക് ഫീൽ ആകുമായിരുന്നു കേട്ടോ. ഞാൻ ബിഫോറും ആഫ്റ്ററും ഇവിടെ ആഡ് ചെയ്യും, അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ക്യാമറയിൽ എത്ര അത് എടുത്തറിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് സീരിയസ്ലി ഈ ഒരു പാക്ക് കഴുകി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് അത് കാണാമായിരുന്നു. നമുക്ക് ആ ഒരു ഡിഫറൻസ് എളുപ്പം മനസ്സിലാകും. സോ എന്തായാലും ഞാനിവിടെ പിക്ക് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി കിടിലൻ പാക്ക് തന്നെയാണ് കേട്ടോ, ചുമ്മാ അല്ല ഇത് വൈറലായത്. സോ എൻ്റെ സ്കിൻ നല്ല സോഫ്റ്റും സൂപ്പറും ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇനിയും പാക്കായിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.